SK Junction. വെൽക്കം ടു കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ട്. ഇന്ന് നമ്മൾ കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാമിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത് കുടുംബശ്രീ നടത്തുന്ന സംരംഭങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഇപ്പം നമ്മൾ പിങ്ക് കഫേ പോലുള്ള കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംരംഭങ്ങളെ കുറിച്ച് കേട്ടു. ഇനി ഇതുപോലെ നമ്മൾ അന്ന് കേട്ടു 600ഓളം കുടുംബങ്ങൾക്കാണ് ആ ഒരു സംരംഭത്തിലൂടെ തന്നെ ഒരു ജീവിത മാർഗം നൽകുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു തുണയായി മാറുന്നത്. കുടുംബശ്രീ എങ്ങനെയാണ് തുണയായി മാറുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടു. ഇതുപോലെ ഇനി വരാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള മറ്റ് സംരംഭങ്ങളെ കുറിച്ചാണ് കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാനായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് അഞ്ജുഷ വിശ്വനാഥൻ, ജില്ലാ മിഷനിലെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ, അല്ലെങ്കിൽ ഈ ഒരു SVEP എന്ന പദ്ധതിയുടെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറാണ്. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമസ്കാരം. നമ്മൾ ഇന്ന് SVEP എന്ന പദ്ധതിയെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്ന് വ്യക്തമാക്കാവോ? SVEP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടുതലായിട്ടും നമുക്ക് ഉദ്ദേശിക്കുന്നത് സംരംഭ വികസനം തന്നെയാണ്. അതിലൂടെ നമ്മൾ കൂടുതലും ഈ പ്രൊജക്റ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ലെവലിലാണ്. ഇപ്പോൾ SVP എന്നൊരു സ്കീം ഇപ്പോൾ SVP അംബ്രല്ല സ്കീം എന്നൊരു ലെവലിലേക്ക്, അതിൻ്റെ ഒരു പല ഘട്ടങ്ങളിലേക്കായിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സംരംഭ വികസനമാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുടുംബശ്രീയിലെ കുടുംബാംഗങ്ങൾക്കുള്ള ഒരു വരുമാന മാർഗം അവർക്കുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. സംരംഭ വികസനത്തിലൂടെ അവർക്കുള്ളൊരു വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അൾട്ടിമേറ്റ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നിലവിലുള്ള ഈ സംരംഭങ്ങൾ കൂടാതെ ഇനിയും സംരംഭങ്ങൾ ഉയരുന്നു, അതോ ഇതിനകത്ത് ഇനിയും ഡെവലപ്മെന്റ്സ് വരാനായിട്ടാണോ ഈ ഒരു പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്? ഇതിൻ്റെ ഇപ്പോൾ SVP അംബ്രല്ല സ്കീം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലവിൽ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന സംരംഭങ്ങളുടെ സ്കെയിലപ്പ്, ഗ്രോത്ത്, അങ്ങനെ പല സ്റ്റേജസും നമ്മൾ ഈ SVP അംബ്രല്ല സ്കീമിൽ നമ്മളിപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പല 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 സ്റ്റേജസ് ആയിട്ട്. ഓക്കെ, ഇപ്പം അതിൻ്റെ ആ ഒരു സ്റ്റേജിൻ്റെ ആ ഒരു പ്രോഗ്രസ്സിലൂടെ നടന്നുകൊണ്ടിരിക്കണം. എനിക്കൊന്ന് മാം ഇപ്പം അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇപ്പം നോക്കുവാണെങ്കിൽ, നമ്മുടെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ എത്രത്തോളം വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള സംരംഭങ്ങൾ, എത്രത്തോളം വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്? കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് സംരംഭങ്ങൾ, ഇപ്പം പിങ്ക് കഫേ പോലുള്ളത്, അല്ലെങ്കിൽ ജനകീയ ഹോട്ടൽ, അങ്ങനെ ഒരുപാട് പേർക്ക് കൈത്താങ്ങായിട്ടുള്ള ഒരുപാട് സംരംഭങ്ങളാണ്. അപ്പം ഇവയുടെ ഒരു വളർച്ച ഇപ്പോൾ എത്രത്തോളം വന്ന് നിൽക്കുന്നുണ്ട്? ഇപ്പോൾ നമുക്ക് നമ്മുടെ സംരംഭങ്ങൾ ഇപ്പോൾ പല പല സ്റ്റേജുകളിലാണ് നിൽക്കുന്നത്. നമ്മൾ SVP എന്നതുകൊണ്ട് നമ്മൾ ചെറിയ മൈക്രോ സംരംഭങ്ങൾ രൂപീകരിച്ച് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നമ്മളിപ്പോൾ SVP അംബ്രല്ല സ്കീമിൻ്റെ അണ്ടറിൽ OSF എന്ന് പറഞ്ഞാൽ വൺ സ്റ്റോപ്പ് ഫെസിലിറ്റി സെൻറ്റർ, അതുപോലെ ഇൻക്യുബേറ്റർ, അങ്ങനെ പല രീതിയിലുള്ള അതിൻ്റെ ഗ്രോത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റാർട്ട് ചെയ്ത സംരംഭങ്ങളിൽ തന്നെ അവരുടെ ഓരോ ക്രൈറ്റീരിയകൾ നമ്മൾ വെക്കുന്നുണ്ട്. ഇപ്പോൾ 10 ലക്ഷത്തിന് മേളിൽ ടേൺ ഓവറുള്ള സംരംഭങ്ങൾ, അല്ലെങ്കിൽ ഒരു 10 to 32 ലക്ഷം ടേൺ ഓവർ വരുന്ന സംരംഭം, അങ്ങനെ അതിൻ്റെ ഓരോരോ ക്രൈറ്റീരിയകൾ ബേസ് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ ഗ്രോത്തിലേക്ക് പോകുന്നത്. SVEPയിൽ മെയിനായിട്ട് നമ്മൾ മൈക്രോ സംരംഭങ്ങളുടെ സ്റ്റാർട്ടിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുക, ഒരു വർഷത്തേക്ക് അവർക്ക് അതിൻ്റേതായ ഉറപ്പായിട്ടുമുള്ള ഒരു ഹാൻഡ് ഹോൾഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഏതൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്താലും ഫസ്റ്റ് 1 year എന്ന് പറയുന്ന അവരുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ്. കാരണം നിന്നു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ആ ഒരു ഇതിലേക്ക് അവർക്ക് നമ്മളുടെ MECമാരുടെ ഒരു കൈത്താങ്ങ് ആ ഒരു വർഷം കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം SVEP എന്താണെന്ന് കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പം മാം പറഞ്ഞു സംരംഭ വികസനം, അതാണ് SVEPയുടെ മേജർ ഗോൾ എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഇത് ബെനിഫിഷ്യൽ ആകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള പദ്ധതികളിൽ നിന്ന് എങ്ങനെയാണ് SVP അംബ്രല്ല സ്കീം എന്ന് എടുത്തു പറഞ്ഞാൽ ഈ ഒരു പദ്ധതി വ്യത്യസ്തമായി നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ നമ്മുടെ സ്വന്തം സർഗക്ഷേത്ര 89.6 FM. ഇനി എന്തായാലും കുറച്ച് പാട്ടുകൾക്ക് ശേഷം കേൾക്കാം, അറിയാം SVEP എന്ന അംബ്രല്ല സ്കീമിനെ കുറിച്ച്. കൂടെയുള്ളത് ജോ ആണ്. SK Junction.
സർഗക്ഷേത്ര 89.6 FM ജോ ആണ്. നമുക്കറിയാം ഓരോ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ നമ്മളെ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ, അതിൻ്റെ വളർച്ച അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൈത്താങ്ങായി മാറുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാമിൽ കേൾക്കാനായിട്ട് പോകുന്നത് SVEP എന്ന അംബ്രല സ്കീമിനെ കുറിച്ചാണ്. ഈ ഒരു സ്കീമിനെ കുറിച്ച് പറയാനായി നമ്മുടെ കൂടെയുള്ളത് കോട്ടയം ജില്ലാ മിഷനിലെ SVEP ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആയിട്ടുള്ള അഞ്ജുഷ വിശ്വനാഥൻ മാം ആണ്. മാം, നമ്മൾ SVEP എന്താണെന്നുള്ളത് നമ്മൾ കേട്ടു. ഇതിന്റെ മേജർ ഗോൾ എന്ന് പറയുന്നത് സംരംഭ വികസനം എന്നുള്ളത് കേട്ടു. മൈക്രോ സ്റ്റാർട്ടപ്പുകൾക്ക് നമുക്കൊരു കൈത്താങ്ങായി മാറുക, അവർക്കൊരു 1 year നമ്മൾ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അവരുടെ ആ സംരംഭത്തെ വികസിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് കേട്ടു. അപ്പം എന്തൊക്കെയാണ് ഈ SVEP അംബ്രല സ്കീമിൽ അടങ്ങിയിട്ടുള്ളത്, കൂടുതലൊന്ന് വിശദീകരിക്കാവോ? SVEP അംബ്രല സ്കീമിൽ മെയിനായിട്ട് 6 വെർട്ടിക്കലാണ് വരുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് കേരളത്തിൽ എല്ലാ വെർട്ടിക്കലും ആപ്ലിക്കബിൾ അല്ല. നമ്മൾ നിലവിൽ ഇപ്പോൾ കേരളത്തിൽ SVEP അംബ്രല സ്കീമിൻ്റെ അണ്ടറിൽ നമ്മൾ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒന്ന് MED എന്ന് പറയും, മൈക്രോ എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ്. അത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഒരു ബ്ലോക്ക് ലെവലിലാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആ ബ്ലോക്കിനെ ഒരു സംരംഭത്തിൻ്റെ ആ ഒരു രൂപീകരണ സ്റ്റേജിലേക്ക് ഒന്ന് ഒരുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ടും നമ്മളുടെ MED എന്ന ഒരു പ്രൊജക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ MED പ്രൊജക്റ്റ് നമുക്ക് 18 മാസമാണ് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് പീരീഡ് ഡ്യൂറേഷൻ വരുന്നത്. ആദ്യം നമ്മളൊരു 200 സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ടാർഗറ്റ് ഇട്ട് ഏകദേശം ഒരു 10 MECമാരെ നമ്മൾ ട്രെയിൻ ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് ഒരുക്കി. അത് അവിടുത്തെ ചെയർപേഴ്സന്മാർ, ഉപസമിതിക്കായിട്ട് CDSകളിൽ ഓരോ കൺവീനർമാരുണ്ട്. ഈ ഒരു CDS മെമ്പറെ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉപസമിതി കൺവീനർമാരും ചെയർപേഴ്സന്മാരും അടങ്ങുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിക്ക് നമ്മൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഏകദേശം നമ്മൾ ഈ MED പ്രൊജക്റ്റിന് നമ്മൾ ഏകദേശം ഒരു ബ്ലോക്കിലേക്ക് 20 ലക്ഷം രൂപയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, പല വെർട്ടിക്കലിലേക്കായിട്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് ഒരു 18 മാസം കൊണ്ട് 200 സംരംഭങ്ങൾ അവിടെ രൂപീകരിച്ച് അതിന് ഏകദേശം ഒരു 6 മാസം ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് കൊടുത്ത് ആ ബ്ലോക്കിനെ നമ്മൾ നല്ലൊരു ഇതിലേക്ക് രൂപീകരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ടും MED എന്ന ഈ ബേസ് ഇത് വെച്ച് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ SVEP ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ആ SVEP പോലുള്ള ഇത് നടത്താൻ SVEP OSF പോലുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് MED ബ്ലോക്ക് കൊണ്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കല്ലിടൽ പോലെ. അതെ, എന്താ പറയാ, നമ്മളിപ്പോൾ ഒരു പൂക്കളം ഒരുക്കാനാണെങ്കിൽ ആദ്യം ഒരു തറ ഒരുക്കണമല്ലോ, ആ ഒരു രീതിയിലേക്ക് ഒരുക്കുക എന്നുള്ളതാണ് ബേസായിട്ട് MED കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ SVEP പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യും. അതിപ്പോൾ എല്ലായിടത്തും ഇതിപ്പോൾ നമ്മൾ കോട്ടയത്ത് ഇപ്പോൾ SVEP പ്രൊജക്റ്റ് MED ചെയ്യാതെ തന്നെ നമ്മൾ വൈക്കം ബ്ലോക്കിലും ഏറ്റുമാനൂർ ബ്ലോക്കിലും SVEP പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ SVEP പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ MED വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും MED ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു കുറച്ചും കൂടെ ബെനിഫിറ്റ്സ് നമുക്ക് ആപ്ലിക്കബിൾ ആകും. കാരണം ആ ഒരു MECമാരാണെങ്കിലും ഒക്കെ ഒന്ന് കമ്മിറ്റി ഫെമിലിയർ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് അവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, SVEP എന്ന പദ്ധതിയെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ കേട്ടറിയേണ്ടതാണ്. കേട്ടറിയുമ്പോൾ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ ഇനിയും കേട്ടറിയാം. സർഗക്ഷേത്ര 89.6 FM കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാമിലൂടെ കൂടെയുള്ളത് ജോ ആണ്. SK Junction. സർഗക്ഷേത്ര 89.6 FM കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. SVEPയുടെ കീഴിൽ വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. പറയാൻ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അഞ്ജുഷ വിശ്വനാഥൻ, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫ് ജില്ലാ മിഷൻ. മാം, അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ഓരോ സംരംഭങ്ങളാണ് നമ്മൾ ഇതിലൂടെ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പം ഏതേത് തരത്തിലുള്ള സംരംഭങ്ങളായിരിക്കും നമുക്ക് ഇനി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്? ഏതൊക്കെ തരത്തിലുള്ളതായിരിക്കും? നമ്മൾ SVEP അംബ്രല സ്കീമിൽ നമ്മൾ കൂടുതലും ചെയ്യുന്നത് നോൺ ഫാം സംരംഭങ്ങളാണ്. ഫാം സംരംഭങ്ങൾ നമുക്ക് വരുന്നത് RKDP എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ഇതിൽ വരുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും SVEP എന്ന് പറയുന്ന NRLM സ്കീമാണ്. പക്ഷേ ഈ RKDP നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യുന്നത് സ്റ്റേറ്റ് ഫണ്ട് വെച്ചായിരുന്നു ചെയ്തിരുന്നത്. അത് നമുക്ക് പ്രളയം വന്നപ്പോഴത്തേക്കും ഒത്തിരി സ്ഥലങ്ങളെയും ബാധിക്കുകയുണ്ടായല്ലോ. അപ്പോൾ ഈ പ്രളയം കൂടുതലായിട്ട് ബാധിച്ച ബ്ലോക്കുകളിൽ നമ്മൾ ഈ SVEP മോഡലിൽ സ്റ്റേറ്റ്
ഇംപ്ലിമെന്റ് ചെയ്തതാണ് RKDP എന്ന് ഞാൻ പറയുന്നത്. ഒരു സംശയം ഇതിനിടയിൽ ചോദിച്ചു, ബ്ലോക്ക് എന്ന് മാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുടുംബശ്രീയുടെ ബ്ലോക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ അതോ നമ്മുടെ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ നമുക്ക് 11 ബ്ലോക്കുകൾ അവൈലബിൾ ആണല്ലോ. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പോലെ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെയാണ് അതിൽ. പക്ഷെ NRLM സ്കീമിൽ നമുക്ക് മുനിസിപ്പാലിറ്റികൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പം അതിനെ ബേസ് ചെയ്താണ് ബ്ലോക്ക് എന്ന ടൈം വരുന്നത്. ഓക്കെ ഓക്കെ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ തന്നെയാണ് ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതൊരു കൺഫ്യൂഷൻ. ഇപ്പം കുടുംബശ്രീ ടേം ആണോ എന്നുള്ള സംശയം. SVP പ്രൊജക്ടുകളിൽ നമുക്ക് ഇത് മുനിസിപ്പാലിറ്റികൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. മുനിസിപ്പാലിറ്റികളുടെ ഫണ്ട് എപ്പോഴും NULM സ്കീമിൽ നിന്ന് വരുന്ന ഫണ്ടുകളാണ്. NRLM സ്കീം റൂറൽ ഫണ്ട് CDSകളിലേക്ക് മാത്രമേ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് SVP അംബ്രല്ല സ്കീമിന്റെ അണ്ടറിൽ വരുന്ന RKDP ഒഴികെ, RKDP പക്ഷേ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. RKDP ഒഴികെ ബാക്കി എല്ലാ സ്കീമുകളും നമുക്ക് റൂറൽ CDSകളിൽ മാത്രമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. RKDP നമുക്ക് സ്റ്റേറ്റ് ഫണ്ട് ആയതുകൊണ്ട് അവിടെ ആ ഒരു വേർതിരിവില്ല. റൂറൽ CDS, അർബൻ CDS എന്നുള്ളൊരു വ്യത്യാസമില്ല. മുനിസിപ്പാലിറ്റി ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഈ RKDP പ്രൊജക്റ്റിൽ നമുക്ക് വരുന്നത് നോൺ ഫാമും വരും, ഫാം സെക്ടറിലെ എന്റർപ്രൈസസും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ വരുന്നുണ്ട്. അപ്പം നിലവിൽ ഇപ്പം കോട്ടയത്ത് ഇപ്പൊ തുടങ്ങി എന്ന് പറഞ്ഞു, അപ്പം അത് എങ്ങനെയാണ് അതിന്റെ ഒരു വളർച്ച എങ്ങനെ പോകുന്നത്? ഇപ്പൊ കോട്ടയത്ത് വൈക്കത്ത് നമ്മൾ 2018 SVP പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് അവിടെ 1813 സംരംഭങ്ങളായിരുന്നു ടാർജറ്റ് തന്നിരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മറ്റേ MORDയുടെ ആനുവൽ ആക്ഷൻ പ്ലാനിന്റെ ഇതിന്റെ ബേസിൽ നമ്മൾ സ്റ്റേറ്റിൽ നിന്ന് ബ്ലോക്കുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട് SVPയുടെ ഇതിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറേ ക്രൈറ്റീരിയാസ് അവർ തരും. ബാങ്ക് ലിങ്കേജ് ലോണ്, ഫീൽഡ് കമ്മ്യൂണിറ്റിയിലുള്ള CDSന്റെ പ്രവർത്തനങ്ങൾ, ആ ബ്ലോക്ക് എത്രത്തോളം ബാക്ക്വേർഡായിട്ട് നിൽക്കുന്നു, അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യങ്ങളുണ്ടോ, അങ്ങനെയുള്ള കുറേ ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് നമ്മൾ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ AAPയുടെ സമയത്ത് നമ്മൾ ഓരോ പ്രൊജക്റ്റിലേക്കും വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. ആ സ്കീമിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻകംബറൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. അപ്പോൾ ആ കമ്മിറ്റിയിൽ നമുക്കിത് പാസ്സാക്കി തരും. AAP പാസ്സാക്കുമ്പോഴത്തേക്കും ഇന്ന ബ്ലോക്കുകൾ സാങ്ഷനായി എന്ന് പറഞ്ഞ് നമുക്ക് പാസ്സായി കഴിഞ്ഞ് ഇതിൻ്റെ ഒരു DPR, ഡീറ്റെയിൽഡ് പ്രൊജക്ട് സ്റ്റഡി നടത്തണം നമ്മൾ. കാരണം നിലവിലുള്ള സംരംഭങ്ങളെക്കുറിച്ചൊരു സ്റ്റഡി, അവിടുത്തെ ഹൗസ് ഹോൾഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡി, അതെല്ലാം നടത്തി നമ്മളൊരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് MORDക്ക് സബ്മിറ്റ് ചെയ്യും. അത് പാസ്സായി വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് വരുന്നത്. അങ്ങനെ പല ലെവലായിട്ടാണ് ഇതിൻ്റെ ഇത് പോകുന്നത്. വൈക്കത്ത് നമ്മൾ 2018 സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് പ്രളയം, കൊറോണ എല്ലാം വന്നതുകൊണ്ട് കുറച്ച് സമയം അതിനൊരു ഡിലേ വന്നു. കാരണം ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരുന്നു 2018 പ്രളയം. 2018 ഫെബ്രുവരിയിലായിരുന്നു നമുക്ക് ബഡ്ജറ്റ് ഇതായി സ്റ്റാർട്ടായി നമുക്ക് ഫണ്ട് അലൊക്കേഷൻ വന്നത്. അത് കഴിഞ്ഞ് MSCമാരുടെ ട്രെയിനിങ്, അങ്ങനെ പല സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു എൻ്റർപ്രൈസ് ഫോർമേഷൻ തുടങ്ങേണ്ട സമയമായപ്പോഴത്തേക്കും പ്രളയം വന്നു. അവിടെ കുറച്ച് ബ്രേക്ക് വന്നു. പിന്നെ കൊറോണ വന്ന സമയത്ത് നമുക്ക് ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും ശരിക്കും 2022 മാർച്ചിൽ ശരിക്കും പ്രൊജക്റ്റ് വൈൻഡപ്പ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇത്രയും ഇത് വന്നതുകൊണ്ട് നമ്മൾ 2018 ഓഗസ്റ്റിലേക്ക് അതിൻ്റെ വൈൻഡിങ് അപ്പ് നമുക്ക് NRLM കുറച്ച് ഒരു ഇത് തന്നിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം നമ്മളിപ്പം SVPയുടെ കീഴിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിന്റെ പിന്നിലുള്ള പ്രവർത്തനം നമ്മൾ കേട്ടു. ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ പ്രവർത്തനങ്ങൾ നമ്മൾ കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്. അതെ, ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യുവാണെങ്കിൽ അതെങ്ങനെയാണ്, അതിന്റെ ഹൗസ് ഹോൾഡ് എങ്ങനെയാണ്, അതിന്റെ റിസർച്ച് വേണം. അവിടെ ഈ ഒരു സംരംഭം ഇട്ടാൽ അത് വർക്ക് ആവുമോ, അല്ലെങ്കിൽ ആളുകൾ ഇവിടെ വരുമോ, അല്ലെങ്കിൽ എത്രമാത്രം ഇത് ആ ഒരു ആളുകളെ അല്ലെങ്കിൽ ആ ഒരു റൂറൽ ഏരിയക്ക് ഇത് എത്രമാത്രം ബെനഫിഷ്യൽ ആയി മാറും. അങ്ങനെ ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് ഈ SVP സ്കീമിൽ അണ്ടറിൽ വരുന്ന ഓരോ സംരംഭം തുടങ്ങുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് വന്നിട്ടുള്ളതും വരാനുള്ളതുമായിട്ടുള്ള SVP സ്കീമിലുള്ള സംരംഭങ്ങളെക്കുറിച്ച് കൂടുതൽ കേട്ടറിയേണ്ടതായിട്ടുണ്ട്. അറിയാം, കേൾക്കാം കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Junction.
സർഗക്ഷേത്ര 89.6 FM കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അഞ്ജുഷ വിശ്വനാഥൻ, കോട്ടയം ജില്ലാ മിഷനിലെ SVEP ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ. കാരണം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്ന SVEPയെ കുറിച്ചാണ്. അതിന്റെ കീഴിൽ വരുന്ന മറ്റു പദ്ധതികളെ കുറിച്ചൊക്കെയാണ്. മാം, നമ്മൾ SVEPനെ കുറിച്ച് ഇങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്താണ് ഈ പദ്ധതി, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് കേട്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ 2018 നമ്മുടെ വൈക്കത്ത് SVEP സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ജസ്റ്റ് സംസാരിച്ചപ്പോഴും പറഞ്ഞു ഏറ്റുമാനൂരിലും സ്റ്റാർട്ടായി എന്ന് പറഞ്ഞു. അപ്പം ഓരോ പദ്ധതികളും മുന്നോട്ട് വരുന്നതല്ലേ, അല്ലെങ്കിൽ ഓരോ പദ്ധതികളും അവിടെ ഒരു ബിഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു SVEP പദ്ധതിയുടെ പിന്നിൽ നടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഏറ്റുമാനൂർ നിലവിൽ പ്രൊജക്റ്റ് റണ്ണിങ് സ്റ്റേജിലാണ്. നമുക്ക് 2023 മാർച്ചിലാണ് ഇതിൻ്റെ DPR പാസ്സായി നമ്മളുടെ പ്രോസസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഏകദേശം 2023 ജൂലൈയിൽ നമ്മളുടെ ഫസ്റ്റ് സംരംഭങ്ങൾ ഗ്രൗണ്ടായി. നമ്മളിപ്പോൾ ഏതൊരു സംരംഭം സ്റ്റാർട്ടായാലും നമ്മൾ NRLMലേക്ക് നമ്മളുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് MIS എന്ന രീതിയിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഏറ്റുമാനൂരിൽ നിന്ന് ഫസ്റ്റ് സംരംഭങ്ങൾ സ്റ്റാർട്ടായ ഗ്രൗണ്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് 2023 ജൂലൈ മുതൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഇപ്പോൾ നിലവിൽ ഈ സമയം വരെ നമുക്ക് ഏകദേശം 678ഓളം സംരംഭങ്ങൾ ഏറ്റുമാനൂർ സ്റ്റാർട്ടായിട്ടുണ്ട്. അതും പല വെറൈറ്റി ഓഫ് സംരംഭങ്ങളാണ് നമുക്ക് ഏറ്റുമാനൂർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു DPR ഇവിടുന്ന് പാസ്സായി വന്നതിന് ശേഷമാണ് നമ്മൾ പ്രൊജക്റ്റ് തുടങ്ങുന്നതെന്നുള്ളത്. DPR പാസ്സായി വന്നതിന് ശേഷം നമ്മൾ ഇതിനൊരു കമ്മിറ്റി ഉണ്ട്. SVEPയുടെ ഇതിൽ BNSCP കമ്മിറ്റി എന്നാണ് പറയുക, ബ്ലോക്ക് നോഡൽ സൊസൈറ്റി ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ BNSCP കമ്മിറ്റിയിൽ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചെയർപേഴ്സന്മാരും CDSകളിലെ ഉപജീവന ഉപസമിതി കൺവീനർമാരുമാണ്. ഈ കമ്മിറ്റിയും നമ്മളുടെ ഒരു MEC ഗ്രൂപ്പിനെ തന്നെ നമ്മൾ ഈ ഒരു SVEP ബ്ലോക്കിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 30 to 40 MECമാരാണ് നമുക്ക് ഒരു ബ്ലോക്കിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത്രയും ഈസിയറായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നിലവിൽ നമുക്ക് ഏറ്റുമാനൂർ ബ്ലോക്കിൽ 15 MECമാരെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ MECമാരെ കൂടുതൽ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ MECമാരും ഈ BNSCP കമ്മിറ്റിയും കൂടെ ഒന്നിച്ചിരുന്ന് നമ്മൾ ഒരു വർഷത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആദ്യമേ നമ്മൾ ഈ 4 വർഷത്തെ പ്രൊജക്റ്റിൽ എന്തൊക്കെയാണ് ഓരോ വർഷങ്ങളും ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ജോയിൻ്റ് ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യും. പിന്നീട് ഓരോ വർഷവും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ അതിനെ ഷോർട്ടാക്കി നമ്മൾ 6 മാസം എന്ത് ചെയ്യണം, അങ്ങനെ ഓരോ മന്തിലെ നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ LSGDയിലെ ഭരണസമിതിക്കാണെങ്കിലും CDSൽ ഭരണസമിതിക്കാണെങ്കിലും ADS ലെവലിലേക്ക് അയൽക്കൂട്ട ലെവലിലേക്ക് എല്ലാം നമ്മൾ ഓറിയൻറ്റേഷൻസ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അയൽക്കൂട്ട തലത്തിൽ ഈ ഓറിയൻറ്റേഷൻ്റെ സമയത്ത് സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ള കുടുംബശ്രീ അംഗങ്ങളെയോ കുടുംബശ്രീ കുടുംബാംഗങ്ങളെയോ, SVEPയുടെ പ്രത്യേകത അതാണ്, കുടുംബശ്രീ കുടുംബങ്ങളിലെ പുരുഷന്മാർക്കും നമുക്ക് സംരംഭം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് SVEP പ്രൊജക്റ്റിൻ്റെ ഒരു വലിയൊരു ഗുണമായിട്ട്. അപ്പോൾ അവരെ കണ്ടെത്തി അവർക്ക് താല്പര്യമുള്ള സംരംഭങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ അവരിത് തുടങ്ങാൻ ഓക്കെ ആണോ, ആദ്യം ഒരു സ്പാർക്ക് കിട്ടിയതുകൊണ്ട് മാത്രം നമ്മൾ അവർ സംരംഭം തുടങ്ങണമെന്ന് ഉറപ്പില്ല. അപ്പം നമുക്ക് ഒരു ലെവലിലും കൂടെ ഒരു ട്രിഗറിങ് മീറ്റിംഗ് എന്ന് പറയുന്ന പോലെ ഒരു മീറ്റിങ്ങും കൂടെ വെച്ച് അവരോടും പറ്റുമെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെയും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് അവരോടും കൂടെ സംസാരിച്ച് ഇവരെ സംരംഭത്തിലേക്ക് ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഇവർക്കൊരു ജനറൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് കൊടുക്കും. ഒരു സംരംഭം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് അവർ പറയുന്നത് ഏത് പ്രൊജക്റ്റാണ് എന്നുള്ളതിൻ്റെ ഒരു വയബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്തും. കാരണം നമ്മൾ ഒരാളൊരു സംരംഭം പറഞ്ഞതിന് അതിലേക്ക് തന്നെ അയാളെ കൊണ്ട് ആക്കിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ഒരു ആൾ പറയുന്നത് ഒരു ബ്യൂട്ടി പാർലറാണ് സപ്പോസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്, അവർ പറയുന്ന സ്ഥലത്ത് ആ ഒരു ബ്യൂട്ടി പാർലർ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ഗുണമില്ലെങ്കിൽ നമ്മൾ അയാളെ അവിടെ കൊണ്ടുപോയി ചാടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവർ പറയുന്ന പ്രൊജക്റ്റ് പറയുന്ന സ്ഥലത്ത് ഫീസിബിൾ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വയബിലിറ്റി സ്റ്റഡി നടത്തി അതിനുശേഷം അത് വയബിലിറ്റി ചെക്ക് പോസിറ്റീവ് ആണ്, ഓക്കെ ആണെങ്കിൽ നമ്മൾ പിന്നീട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷമാണ് ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതും നമ്മുടെ പ്രൊജക്റ്റ് അപ്രൂവൽ കമ്മിറ്റിയിൽ ഇത് പാസ്സാക്കി അവർക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മുടെ CEF ഫണ്ട് ഉണ്ട്,
കൂടുതൽ ഫിനാൻഷ്യൽ വേണ്ടതാണെങ്കിൽ നമുക്കിതിന് CF കൊടുക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഇൻഡിവിജ്വൽ പ്രൊജക്ട്സ് ആണെങ്കിൽ മാക്സിമം 50,000 രൂപ, ഗ്രൂപ്പ് ആണെങ്കിൽ 1 lakh, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. മാക്സിമം 1.5 വരെ സ്പെഷ്യൽ കേസുകളിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ കൂടുതലൊരു ഫണ്ട് വേണ്ട കേസുകളാണെങ്കിൽ നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടുള്ള കൺവേർജൻസ് ചെയ്യാറുണ്ട്, അതുപോലെ ബാങ്ക് ലിങ്കേജസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഇവർക്ക് വേണ്ട ലൈസൻസ് കാര്യങ്ങൾ ഇതിനെല്ലാമുള്ള സപ്പോർട്ട് ചെയ്തു കൊടുക്കും. ശേഷം ഏറ്റവും ക്രൂഷ്യലായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഒരു വർഷം വരെ ഇവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മുടെ MECമാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. കൃത്യമായി ഇവരുടെ കണക്ക് കാര്യങ്ങൾ നോക്കി അവരെവിടേക്കാണ് എന്തൊക്കെയാണ് സംരംഭങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്, ആ ക്രൂഷ്യലായിട്ടുള്ള ആ ഒരു 1 year നമ്മളുടെ MECമാരുടെ ഫുൾ സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ പ്രൊജക്റ്റിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ബേസിക് ആയിട്ട്. നമ്മളിപ്പോൾ മാം പറഞ്ഞിരുന്നു ഈ SVPയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ കുടുംബശ്രീ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ഒട്ടുമിക്കപ്പോഴും നമ്മൾ സ്ത്രീകൾക്കൊരു താങ്ങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഒരു SVPയിലൂടെ കുടുംബശ്രീയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും, ഇപ്പം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ഒരു സംരംഭം ഹെൽപ്ഫുൾ ആകും എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മളൊരു പദ്ധതി ഇപ്പോൾ രൂപീകരിച്ച് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം SVP കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ സപ്പോർട്ടാണോ വേണ്ടത് എന്നുള്ളത് അറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട ബേസിക് പ്ലാൻസ് എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്നുള്ളത് മാം ഇപ്പം വ്യക്തമാക്കി വിശദീകരിച്ചു. അപ്പം ഇനി നമുക്കറിയേണ്ടത് ആർക്കൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് ഈ ഒരു SVP വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നാളത്തെ ഭാവിയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് SVPക്ക് സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ അറിയാം നമ്മുടെ സ്വന്തം സർഗക്ഷേത്ര 89.6 FM കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാമിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. SK Junction. കുടുംബശ്രീ വേറെ ലെവൽ എന്ന് ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഓരോ പദ്ധതികൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിലൊന്നാണ് SVEP എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോണായി. നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അഞ്ജുഷ വിശ്വനാഥൻ, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫ് കോട്ടയം ജില്ലാ മിഷൻ. മാം, നമ്മൾ SVP എന്ന ഒരു പദ്ധതിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന അംബ്രല്ല സ്കീമിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ കേട്ടു എന്താണ് SVPയുടെ സ്പെഷ്യാലിറ്റി, എങ്ങനെയാണ് മറ്റുള്ളവയിൽ നിന്നത് വ്യത്യസ്തമാകുന്നത്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കേട്ട് കഴിയുമ്പോൾ ഇപ്പം ഈ ഒരു SVPയുടെ നാളത്തെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് ഇതൊരു സംരംഭമാണ്, കുടുംബാംഗങ്ങൾക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ എന്താണ് ഈ ഒരു SVPയിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു ഗോൾ, അല്ലെങ്കിൽ നാളെ SVP വന്നാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ SVP എന്ന പ്രൊജക്റ്റ് കൊണ്ട് നമ്മൾ മെയിനായിട്ട് എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ലെവലിലാണ് പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഈ ബ്ലോക്ക് ലെവലിൽ അതിൻ്റെ ഒരു ഉയർച്ച തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ ഒരു കിട്ടുന്ന റോ മെറ്റീരിയൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് സംരംഭങ്ങൾ കൊണ്ടുവരിക. എപ്പോഴും നമ്മൾ ജോലിയെടുത്ത് നമ്മൾ കൊണ്ടുവരുന്ന പൈസ എപ്പോഴും നമുക്ക് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ ചുറ്റുപാടും നമുക്ക് ആവശ്യമുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇങ്ങനൊരു എക്സാമ്പിൾ പറയാം, നമുക്ക് ഇപ്പോൾ ഒരു സോപ്പാണെന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മളൊരു കടയിൽ പോയി കൂടുതലും നമ്മൾ ലക്സോ എന്തെങ്കിലും ഒരു ബ്രാൻഡഡ് സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പണിയെടുക്കുന്ന കാശ് അവരുടെ ഇതിലേക്കാണ് പോകുന്നത്. നമ്മളുടെ ബ്ലോക്കിന് വെളിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജില്ലയ്ക്ക് വെളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ബ്ലോക്കിനുള്ളിൽ തന്നെ സംരംഭങ്ങൾ രൂപീകരിച്ച് വരുമ്പോഴത്തേക്കും അത് അവിടെ തന്നെ സർക്കുലേറ്റ് ചെയ്ത് നമ്മളുടെ ബ്ലോക്കിൻ്റെ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതാണ് മെയിനായിട്ട് നമ്മൾ SVP പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ റോ മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ മാക്സിമം അവിടെ തന്നെ പ്രോഡക്ട്സ് ഇത് ചെയ്ത് അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം നമ്മൾ സമ്പാദിച്ച് കൊണ്ടുവരുന്നത് കൂടുതലും നമ്മുടെ ബ്ലോക്കിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് അതിനൊരു ഡെവലപ്മെൻറ്റ് ആവുക എന്നുള്ളതാണ് കൂടുതലും ഈ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഒരു ബ്ലോക്ക് ലെവലിൽ തന്നെ ഏകദേശം ഇപ്പോൾ ഏറ്റുമാനൂർ ബ്ലോക്കിൽ നമുക്ക് ടാർഗറ്റ് വന്നിരിക്കുന്നത് 2400 സംരംഭങ്ങൾ തുടങ്ങാനാണ് 4 വർഷം കൊണ്ട്. അപ്പോൾ ഈ 2400 സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ഇതിൽ ഗ്രൂപ്പ് സംരംഭങ്ങൾ വരുന്നുണ്ട്, ഇൻഡിവിജ്വൽ സംരംഭങ്ങൾ വരുന്നുണ്ട്. ഗ്രൂപ്പ് സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും ഏറ്റവും കുറഞ്ഞത് 3 പേര് ഒരു സംരംഭത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 3 ഫാമിലിയിലേക്ക് വരുമാനം എത്തുകയാണ്. അപ്പോൾ ഒരു 2400 സംരംഭങ്ങൾ രൂപീകരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 2600 to 3000 ഫാമിലീസിന്
വരുമാനമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒത്തിരി വരുമാനം എന്നുള്ള ലെവലിലേക്ക് നമുക്ക് പോയില്ലെങ്കിൽ പോലും തുടക്കത്തിൽ ചെറുതാണെങ്കിലും ഒരു വരുമാനമാർഗം ഉണ്ടാവുകയാണ്, അവരുടെ കയ്യിലേക്ക് ഒരു വരുമാനം എത്തുകയാണ്. ആ ലെവലിൽ നമുക്കൊരു കുടുംബത്തിൻ്റെ വരുമാനത്തിലേക്കും അവരുടെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിലേക്കും നമുക്ക് നല്ല രീതിയിൽ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഈ പ്രൊജക്റ്റിന് സാധിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സണിലേക്ക് മാത്രം ഒതുങ്ങുന്നില്ല, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നില്ല. ഏത് ബ്ലോക്കിലാണോ ഈ SVPയുടെ കീഴിലുള്ള ഒരു സംരംഭം വന്നിട്ടുള്ളത്, ആ ഒരു ബ്ലോക്കിന് ഫുൾ ഒരു എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ്, ഒരു ഉന്നമനം ഈ ഒരു SVPയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കേട്ടറിഞ്ഞത്. ഇതുപോലെ തന്നെ കുടുംബശ്രീയുടെ കീഴിൽ വരുന്ന മറ്റ് സംരംഭങ്ങൾ ഏതൊക്കെയാണ്, മറ്റുള്ളവയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു, SVPയുടെ പ്രധാനപ്പെട്ട എയിംസ് എന്തൊക്കെയാണ് തുടങ്ങിയതൊക്കെ നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ഇനിയും കേട്ടറിയാം. സർഗക്ഷേത്ര 89.6 FM-ൽ കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാമിലൂടെ കൂടെയുള്ളത് ജോ ആണ്. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് സംരംഭങ്ങൾ, ഒരുപാട് പേരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഒരുപാട് പേരുടെ വ്യക്തി ജീവിതം നല്ല ഗതിയിൽ വരുത്താനായിട്ടും കുടുംബശ്രീ താങ്ങായി മാറുന്നുണ്ട്, കുടുംബശ്രീ ഹെൽപ്ഫുള്ളായി മാറുന്നുണ്ട്. അത് നമ്മൾ ഓരോ തവണയും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ സംരംഭങ്ങൾ വരണം. ഈ സംരംഭങ്ങൾക്ക് കൂട്ടായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു സംരംഭങ്ങൾക്ക് ഒരു അടിത്തറ നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ അടിത്തറ പകരാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞതുപോലെ തന്നെ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റൂറൽ ഏരിയാസിലാണ് ഇത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓരോ ബ്ലോക്ക് എടുക്കുന്നു, ആ ബ്ലോക്കിൽ ഒരു സംരംഭം എടുക്കുന്നു, ആ ഒരു ബ്ലോക്കിൽ മാത്രം അവിടെ ഒരു വികസനം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആ ഒരു ബ്ലോക്കിൽ എത്രമാത്രം അതിനൊരു വികസിതമായിട്ടുള്ള ഒരു റൂറൽ ഏരിയ ആക്കി മാറ്റാൻ പറ്റുന്നോ അത്രയും അതിനെ ഒരു ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകുക തുടങ്ങിയതൊക്കെയാണ് ഈ ഒരു SVPയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ കേട്ടറിഞ്ഞു. ഈ ഒരു SVPയുടെ കീഴിൽ വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. പറയാൻ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അഞ്ജുഷ വിശ്വനാഥൻ, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫ് ജില്ലാ മിഷൻ. മാം, നമ്മൾ SVPയുടെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഏറെക്കുറെ ഇങ്ങനെ കേട്ട്, ഓക്കെ, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എയിം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. മാം മുമ്പേ പറഞ്ഞപ്പോൾ സംസാരിച്ചിരുന്നു. ഏറ്റുമാനൂർ SVP സംരംഭങ്ങൾ ലക്ഷ്യമിടുന്നത് 2400 സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയ എൻ്റെ കണക്കുകളൊക്കെ മാം പറഞ്ഞു. അപ്പം ഈ 2400 സംരംഭങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിലും ഓരോ സംരംഭങ്ങൾ വരുന്ന ഈ ഒരു നമ്മുടെ ഒരു എയിം ഇതാണ്. അപ്പം ഇതിനു വേണ്ടി ഇപ്പം നമുക്കൊരു യുദ്ധമാണെങ്കിലും നമ്മുടെ ഭടന്മാരെ ഒരുക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു കുടുംബശ്രീയിൽ വരുന്ന കുടുംബങ്ങളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, എങ്ങനെയാണ് കുടുംബശ്രീ മോൾഡ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ്, എന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടോ അവർക്ക് വേണ്ടിയിട്ട്, എന്തൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഇതിൽ നമ്മൾ SVPയുടെ ഈ ഒരു സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്? എപ്പോഴും നമ്മൾ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ BNSCP കമ്മിറ്റി ഉണ്ട്, ഇതെല്ലാം പറഞ്ഞു. എപ്പോഴും ഇതിൻ്റെ ബേസ് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയാണ്. കമ്മ്യൂണിറ്റി ഇല്ലാതെ ഒരിക്കലും കുടുംബശ്രീ എന്ന് പറയുന്ന മിഷനോ അതിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളും നമുക്ക് നിലനിൽക്കുന്നില്ല. എപ്പോഴും നമ്മൾ ഒരു അടിത്തറ എന്ന് പറയുന്നത് നമ്മളുടെ കമ്മ്യൂണിറ്റിയെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് അവരെ മോൾഡ് ചെയ്ത്, അല്ലെങ്കിൽ അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും അവരെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ റിസോഴ്സ് പേഴ്സൺസിനെ കണ്ടെത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞു MEC ടീം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് ആപ്ലിക്കേഷൻ ക്ഷണിച്ചു, അവർക്ക് ഒരു റിട്ടൺ എക്സാമും ഒരു ആക്ടിവിറ്റിയൊക്കെ നടത്തി. കാരണം അവർ കുറച്ചും കൂടെ ആളുകളിലേക്ക് ഇടപെടുന്നുണ്ടോ എന്നൊക്കെ നോക്കി, ആ ഒരു ആക്ടിവിറ്റിയിൽ ഒരു ഗ്രൂപ്പിൽ അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതെല്ലാം നോക്കി നമ്മൾ അവരെ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു 45 days നീണ്ടു നിൽക്കുന്ന ഏകദേശം ഒരു മിനി MBA കോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിലുള്ള പല കാര്യങ്ങളും അവർ കമ്മ്യൂണിറ്റിയിൽ ഇടപെടേണ്ടതും, അതുപോലെ കണക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും, ഒരു ബിസിനസ് പ്ലാൻ എഴുതുന്നത് എങ്ങനെ, വൈബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെ, എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങുകളും അവർക്ക് കൊടുത്ത് അവരെയാണ് നമ്മൾ ആദ്യം മോൾഡ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് അവരെയാണ് നമ്മൾ ഫീൽഡിലേക്ക് എടുക്കുന്നത്. ശരിക്കും ബാക്കിയുള്ള പ്രൊജക്റ്റുകളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു SVPക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഡൗണിലേക്ക്, താഴെത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. കാരണം അയൽക്കൂട്ട ലെവലിൽ നിന്നാണ് നമ്മൾ മേളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അയൽക്കൂട്ടത്തിൽ ചെന്ന് സംസാരിച്ച് നമ്മൾ ആവശ്യക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് താല്പര്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് എന്താണോ വേണ്ടത് അത് അവർ പറയുന്ന സ്ഥലത്ത്, നേരത്തെ വൈബിലിറ്റി സ്റ്റഡി നടന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്ന ഒരു പ്രൊജക്റ്റ് വൈബിൾ ആണെങ്കിൽ ഒരുപക്ഷെ അവർ ചിലപ്പോൾ അതിൽ സ്കിൽഡ് ആവില്ല, പക്ഷേ അവർക്ക് താല്പര്യം ഉണ്ടാവാം. അപ്പോൾ
അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സ്കിൽ ട്രെയിനിങ് ആവശ്യമുള്ളവർക്ക് സ്കിൽ ട്രെയിനിങ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ RCT വഴിയൊക്കെയുള്ള ട്രെയിനിങ്ങുകളുണ്ട്. നമ്മളിപ്പോൾ അതിൽ കൺവേർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ട്രെയിനിങ്ങുകൾ വരുന്നതിൽ നമ്മൾ അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മളുടെ എംപാനൽ ടീമുണ്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട് കുടുംബശ്രീക്ക്. അപ്പോൾ ആ എംപാനൽ ടീമിനെ ഉപയോഗിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റർപ്രണേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ട സ്കിൽ ട്രെയിനിങ്ങുകളായാലും അല്ലാതെ ഇപ്പോൾ ലീഗൽ മെട്രോളജി അല്ലെങ്കിൽ GST പോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ട്രെയിനിങ്ങുകളായാലും അവരുടെ വേണ്ട ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് സംരംഭങ്ങൾ പോയി കണ്ട് പഠിക്കേണ്ട കേസുകളിൽ നമ്മൾ എക്സ്പോഷർ വിസിറ്റും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റേൺഷിപ്പും ഉണ്ട്. അതെ. ഇപ്പോൾ 1-2 ദിവസം നമ്മളിപ്പോൾ പുറത്ത് പോയി, ഇപ്പോൾ സ്റ്റേറ്റിന് വെളിയിൽ പോയി ഇപ്പോൾ എന്തെങ്കിലും ഇത് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് എക്സ്പോഷർ കൊണ്ടുവരിക. അതായത് നമ്മൾ ഒരു എക്സ്പോഷർ വിസിറ്റിന് വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോകല. സംരംഭകർക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ തന്നെ നമ്മൾ പോകുന്ന എക്സ്പോഷർ വിസിറ്റിന് പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ ഈ 3 കാറ്റഗറിക്കും പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ എക്സ്പോഷർ പ്ലാൻ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ എക്സ്പോഷർ വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പം മാം പറഞ്ഞ പോലെ ഒരു മിനി MBA കോഴ്സ് തന്നെയുണ്ട്. അതിനുള്ള കൂടെ തന്നെ ഇന്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു പഠനം തന്നെയാണ് അല്ലേ. ഇപ്പം അവരെ പഠിപ്പിക്കുക, അവരെ പഠിപ്പിച്ച് വെൽ ആക്കിയതിന് ശേഷം അല്ലേ, അവരെ പക്കായാക്കിയതിന് ശേഷം നമ്മൾ അവരെ ആ കളത്തിലേക്ക് ഇറക്കി വിടുന്നു. അവരത് ഗംഭീരമായിട്ട് അത് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതിന് തൊട്ട് പിന്നിൽ SVP ഉണ്ട്, കുടുംബശ്രീ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പദ്ധതി മൂലം കുടുംബശ്രീ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. SVP എന്ന പദ്ധതിയെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ കേട്ടറിയേണ്ടതാണ്. കേട്ടറിയുമ്പോൾ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഇത് ഒരുപാട് പേർക്കൊരു എന്താ പറയുക, അവർക്കിപ്പം ചില ആളുകൾക്ക് ഇപ്പം നമുക്കറിയാം, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അവർക്ക് ചിലപ്പം ഓൺട്രപ്രണർ ആവാനായിട്ടായിരിക്കും അവരുടെ ആഗ്രഹം. പക്ഷേ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അന്നാകാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയുള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നു. അവരുടെ സ്കില്ല് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ പോളിഷ് ചെയ്ത് അവരെ ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് മേഖലയിലേക്ക് നമ്മൾ ഇരുകൈയോടെ നമ്മൾ അവരെ ഇറക്കി വിടുകയാണ്. അങ്ങനെ ആ ഒരു നമ്മുടെ സ്കില്ലിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന ഒരു പദ്ധതി കൂടെ തന്നെയാണ് SVP എന്നുള്ളത്. നമുക്ക് ഓൺട്രപ്രണർഷിപ്പ് ഏതിനും ഒരു ഏജ് ലിമിറ്റ് ആണ്. ഇപ്പോൾ ഒരു ജോലിക്കാണെങ്കിൽ പോലും നമുക്കൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. പക്ഷേ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഇതിലേക്ക് വരാനായിട്ട് നമുക്കൊരു ഏജ് ലിമിറ്റ് ഇല്ല. നമുക്ക് ഒരു ജോലി ചെയ്യാനുള്ള ആഗ്രഹവും ആരോഗ്യവും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യാം. അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ പ്രൊജക്ട് ചെയ്യുന്നത്. യെസ്. അപ്പം കുടുംബശ്രീയിലുള്ള ഒരുപാട് പേര് നമ്മൾ ഇപ്പം കേൾക്കുന്നുണ്ട്. അപ്പം കുടുംബശ്രീയിൽ ഇല്ലാത്ത ഒരാൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും മാം? നമുക്ക് നിലവിൽ അങ്ങനെ ഒരു ഇതില്ല. കുടുംബശ്രീ കുടുംബാംഗം ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിൽ ജോയിൻ ചെയ്തിട്ട് ആ കുടുംബത്തിന് ആരെങ്കിലും ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഏത് കുടുംബത്തിലെയും സ്ത്രീയാണല്ലോ ഇതിലേക്ക് വരിക. ചിലപ്പോൾ അമ്മയായിരിക്കാം, ചിലപ്പോൾ മകളായിരിക്കാം, മരുമകളായിരിക്കാം, ആരാണോ ഇതിലേക്ക് ചെയ്യുന്നത് അവർ ചേർന്നൊരു 6 മാസമെങ്കിലും ആയവരെയാണ് നമ്മൾ കൂടുതലും ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ കാരണം ഇവർ ഈ ഫീൽഡിൽ നമ്മുടെ ഇതുമായിട്ട് കമ്മ്യൂണിറ്റിയായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഇതിനെയല്ലേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ. ഇപ്പോൾ ലോൺ കൊടുക്കുന്നതാണെങ്കിലും നമ്മൾ ആ അയൽക്കൂട്ടത്തിൻ്റെ ഒരു ബലം, ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ധൈര്യം, ആ അയൽക്കൂട്ടത്തിന്റെ അംഗമാണ് അവര് അയൽക്കൂട്ടം നമുക്ക് ഇത് തരികയാണ്. ഇവര് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഉറപ്പ് നമുക്ക് നൽകുന്നത് നമ്മളുടെ അയൽക്കൂട്ടമാണ്. നമ്മളുടെ അയൽക്കൂട്ടത്തിന്റെ ഉറപ്പാണ് കുടുംബശ്രീ മിഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉറപ്പ്. അപ്പോൾ ആ അയൽക്കൂട്ടവുമായിട്ടൊരു 6 മാസമെങ്കിലും യോജിച്ച് പ്രവർത്തിച്ച ഒരു കുടുംബത്തിനെയാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. യെസ്. അപ്പം മൊത്തത്തിൽ ഇപ്പം നമുക്ക് പറയാം, സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഒരു മിനി സൊസൈറ്റിയെ നമ്മൾ നേരിടുകയെന്ന് പറയും. കാരണം സ്കൂളിൽ എല്ലാ തരത്തിലുള്ള കുട്ടികളും ഉണ്ട്, പല ഫീൽഡുകളിൽ പല ചിട്ടയിൽ വളർന്നവരുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ അയൽക്കൂട്ടത്തിൽ ഇപ്പം വരുന്ന ഓരോരുത്തരും. ഇപ്പം അവർ വന്ന് എങ്ങനെയാണ് അവിടുത്തെ ചിട്ട, എങ്ങനെയാണ് അവിടുത്തെ ശീലങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇനി കുറച്ച് പാട്ടുകൾക്ക് ശേഷം കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കൂടെയുള്ളത് ജോ ആണ്. SK Junction.
ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നുള്ളത് നമ്മൾ കേൾക്കാറുണ്ട്. ചില പരസ്യവാചകത്തിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്. സത്യമാണ്. ചില സംരംഭങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചില ചിന്തകൾ വരുമ്പോൾ ചില വ്യക്തികൾ വരുമ്പോൾ ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അതിൽ വലിയ വലിയ മാറ്റങ്ങൾ വരാറുണ്ട്. ചില സമയത്ത് അത് ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവില്ല എന്ന് പറയുന്ന പോലെ. പക്ഷേ SVP വന്നിടത്തെല്ലാം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി കോട്ടയം ജില്ലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇന്ന് കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാമിലൂടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാനായി നമ്മുടെ കൂടെയുള്ളത് അഞ്ജുഷ വിശ്വനാഥൻ, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫ് ജില്ലാ മിഷൻ കോട്ടയം. മാം, നമ്മൾ SVP എന്ന പദ്ധതിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഇത് ഉപകാരപ്രദമായി മാറുന്നത്, അല്ലെങ്കിൽ മറ്റ് പദ്ധതികളിൽ നിന്ന് ഇതെങ്ങനെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നുള്ളത് കേട്ടു, അല്ലെങ്കിൽ ഇത് എന്താണ് എന്നുള്ളത് കേട്ടു, ഇതിന് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. അപ്പം ഇനി നമ്മൾ പർട്ടിക്കുലർലി നമുക്ക് കോട്ടയത്തേക്കൊന്ന് വരുവാണെങ്കിൽ SVP വന്നതുകൊണ്ട് കോട്ടയത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പറയാമോ? ഇപ്പോൾ SVP ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ നമ്മൾ കോട്ടയത്ത് നടപ്പിലാക്കിയത് വൈക്കത്താണ്. ഇപ്പോൾ പൊതുവേ വൈക്കം ഒരു കായലോര മേഖലയാണ്. കൃഷി പോലുള്ള കാര്യങ്ങളാണ് കൂടുതലും വൈക്കത്ത് ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ മത്സ്യബന്ധനം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനോടനുബന്ധിച്ച് തന്നെ പൊതുവേ ഒരു കോട്ടയം ജില്ലയിലെ മറ്റ് ബ്ലോക്കുകളെ അപേക്ഷിച്ചൊരു ബാക്ക്വേർഡായിട്ട്, കുറച്ചെങ്കിലും ഒരു ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ബ്ലോക്കാണ് എന്നൊരു സംസാരം പൊതുവേ ഉണ്ട്. ആ ഒരു ബ്ലോക്കിലേക്ക്, കാരണം മത്സ്യബന്ധനം, കൃഷി, കയറ് അങ്ങനെയുള്ള ഇതാണ് കൂടുതലും അവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗം. അതാണ് കാരണം. ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ റബ്ബർ പോലുള്ള വലിയ സംരംഭങ്ങൾ വരുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഇതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അങ്ങനെ നോക്കിയാണ് നമ്മൾ വൈക്കം ബ്ലോക്ക് സെലക്ട് ചെയ്തതും ആദ്യമേ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു 1813 അവിടെ ടാർഗറ്റ്. പക്ഷേ നമ്മുടെ ആ പ്രൊജക്ട് പീരീഡ് വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു സമയത്തേക്ക് നമുക്ക് ഏകദേശം 2005 സംരംഭങ്ങൾ നമ്മൾ ഫോം ചെയ്തിരുന്നു. അപ്പോൾ ഈ 2005 സംരംഭങ്ങളിലൂടെ ഏകദേശം 300 ഫാമിലിയോളം നമുക്ക് വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അതിൽ 2300 പേരുടെ ഫാമിലിയിലും ഇപ്പോൾ വരുമാനം എത്തുന്നില്ല. കുറേ സംരംഭങ്ങൾ നിന്ന് പോയിട്ടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. കുറച്ചെങ്കിലും പല പല കാരണങ്ങൾ കൊണ്ട് കുറച്ചൊക്കെ ഒരിതായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ നിന്ന് വന്ന സംരംഭങ്ങളിൽ പലതും ആ ഒരു ഹൈ ലെവലിലേക്ക്, കാരണം ഒരു ടൈലറിങ് യൂണിറ്റിൽ നിന്ന് US എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒന്നും നമ്മുടെ ഒരു സാധാരണ കുടുംബശ്രീ അംഗത്തിന് ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ല. സംഭവിച്ചു. കാരണം US ഇവിടുന്ന് തയ്ച്ച്, അവിടെ നിന്ന് ഓർഡർ കിട്ടി, ഇവിടുന്ന് തയ്ച്ച് ഡ്രസ്സ് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഇതിലേക്ക് വരുമ്പോൾ, അതേപോലെ ഡ്രൈ ഫിഷ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എക്സ്പോർട്ടിംഗ് ഒന്നും നമ്മൾ സാധാരണ ഒരു കുടുംബശ്രീ പ്രൊജക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സംരംഭത്തിൽ നിന്നോ നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ പല മേഖലകളിലും, ഇപ്പോൾ അല്ലാതെ കുടുംബശ്രീയുടെ പല പ്രൊജക്റ്റുകളിൽ നിന്നും ആ രീതിയിലുള്ള നല്ല നല്ല ഹൈ ഇതിൽ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പാഴ്സൽ സർവീസ് നമ്മളൊക്കെ ഇവിടെ ചിന്തിക്കുന്നതാണോ, നിലവിൽ നടക്കുന്ന ഒരു ഇതല്ല. നമ്മൾ അതും ഏറ്റുമാനൂർ ബ്ലോക്കിൽ ഒരു പാഴ്സൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല വിവിധ രീതിയിലുള്ള ഒരു ഇത് നമ്മുടെ ഈ പ്രൊജക്റ്റ് മൂലം ഇത് വന്നിട്ടുണ്ട്. വൈക്കത്താണെങ്കിലും പല സംരംഭങ്ങളിൽ, ഇപ്പം മത്സ്യമേഖലയിൽ തന്നെയാണെങ്കിലും നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്പായി വന്ന സംരംഭങ്ങളുണ്ട്. ഡേ കെയർ സെൻ്ററുകൾ, അങ്ങനെയുള്ള ഒത്തിരി ആ വൈക്കത്തിൻ്റെതായ രീതിയിലുള്ള അവിടുത്തെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള അതേ കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അവരുടെ ആ ഒരു എന്താ പറയാ, അവരുടെ ജീവിച്ചു വന്ന എന്താണോ അവർക്ക് ആ രീതി മാറ്റാതെ തന്നെ അവരെ നമുക്കൊന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ഓക്കെ, അതാണ് SVPയുടെ മേജർ ലക്ഷ്യം എന്ന് പറയുന്നത്. അവർക്ക് വന്നിട്ടുണ്ട്, എന്നാൽ അവർ ചെയ്തു പോന്നിരുന്ന ആ ഒരു ഫീൽഡിൽ നിന്ന് അവർ മാറേണ്ടിയും വന്നിട്ടില്ല. അത്രയും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്താണോ ഓരോ ബ്ലോക്കിലെയും സ്രോതസ്, ആ ഒരു സ്രോതസ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് കൊണ്ട് തന്നെ അവർക്കൊരു വികസനം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയായിരുന്നു SVP. അപ്പം മാം പറഞ്ഞതിലൂടെ ഭയങ്കര സന്തോഷം. ഇപ്പോൾ നമ്മുടെ US കുടുംബശ്രീയുടെ ആ ഒരു അല്ലെങ്കിൽ SVPയിൽ നിന്ന് വന്ന സംരംഭത്തിൽ നിന്ന് ഒരു എക്സ്പോർട്ട് സംഭവിക്കുക എന്ന് പറഞ്ഞതിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ആക്ച്വലി US മാത്രമല്ല, നമ്മുടെ നെറ്റിപ്പട്ടം ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അവർക്കും ഇതേപോലെ പലയിടത്തു നിന്നും ഓർഡർ കിട്ടി. കാരണം ഇവിടുന്ന് കണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരെണ്ണം വാങ്ങിക്കൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ കണ്ടിട്ട് ഓർഡർ കൊടുത്ത്, അങ്ങനെ അത് പല രാജ്യങ്ങളിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഈ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് കൂടുതലും അങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ ഓൺലൈൻ മാർക്കറ്റിംഗ് നമ്മളുടെ ഇതിൽ പോക്കറ്റ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുടുംബശ്രീയുടെ ഒരു ഓൺലൈൻ ഇതുണ്ട്, അതിലേക്കുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ ബസാർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓൺലൈൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിലൂടെയാണെങ്കിലും ഇഷ്ടംപോലെ
നമുക്ക് ഓൺലൈനിലൂടെ പോയിട്ടുണ്ട്. ആമസോണിൽ നമ്മുടെ പ്രോഡക്ട്സ് കയറിയിട്ടുണ്ട്. ഓക്കെ അടിപൊളി. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. വെച്ചടി കയറ്റം തന്നെ അല്ലേ? അതെ അതെ. ഇപ്പൊ മാം പറഞ്ഞത് ഇതിന്റെ നമ്മുടെ മേജർ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംരംഭ വികസനം, അതുപോലെ തന്നെ ഓരോ കുടുംബത്തിനും ഓരോ ബ്ലോക്കിനും ഇപ്പം അവരുടെ സ്രോതസ് എന്താണോ ആ ഒരു ബ്ലോക്ക് വിട്ടു പോകാതെ അല്ലെങ്കിൽ ആ ഒരു ജില്ല വിട്ടു പോകാതെ എന്താണോ തങ്ങൾക്കുള്ളത് അതിൽ നിന്ന് തന്നെ ഒരു ലാഭം കൊയ്യുക. അതാണ് SVP ഒരു മേജർ ലക്ഷ്യം എന്ന് പറഞ്ഞിരുന്നത്. അപ്പം അതിനെ കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ SVP ഒരു പദ്ധതിയുടെ ലക്ഷ്യം ഇതാണ് എന്ന് നമുക്കൊരു ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ഒരു ഇൻസിഡൻസും ഒരു എക്സാമ്പിളും ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പദ്ധതികളെക്കുറിച്ച് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. അതിന് കീഴിൽ വരുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. ഇനി ചില കാര്യങ്ങളും കൂടെ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. കൂടെയുള്ളത് ജോ ആണ്. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയെക്കുറിച്ചാണ്. ഈ ഒരു പദ്ധതിയുടെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടു, അല്ലെങ്കിൽ ബെനഫിറ്റ്സിന്റെ കുറച്ച് ഇൻസിഡൻസ് നമ്മൾ കേട്ടു. ഇപ്പം US-ലേക്ക് നമ്മുടെ തയ്ച്ച തുണികൾ എക്സ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റിപ്പട്ടം മേക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പോവുക, അതുപോലെ തന്നെ നമ്മുടെ ആമസോണിൽ നമ്മുടെ പ്രൊഡക്ട്സ് വരിക, ഇതൊക്കെ ഭയങ്കര സന്തോഷം വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് വരെ നമ്മൾ കേട്ടു. എന്താണ് ഓരോ പദ്ധതിയും മുന്നോട്ട് വരുമ്പോൾ ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ നമ്മൾ കേട്ടു. അപ്പം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഗസ്റ്റ് അഞ്ജുഷ വിശ്വനാഥൻ, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫ് ജില്ലാ മിഷൻ കോട്ടയം. മാം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഈ SVEP എന്ന ഒരു പദ്ധതിയുടെ കീഴിൽ എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം, ഇതിൻ്റെ എയിം എന്താണ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഇത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതിപ്പം എവിടേക്ക് ഇത് അപ്ലൈ ചെയ്തു, അതിൻ്റെ വളർച്ച എന്തുമാത്രമാണ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. അപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് മാമിന് എന്താണ് ഇനി അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്? അവസാനമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് മാക്സിമം ആയിട്ട് നമ്മളുടെ പ്രൊജക്റ്റുകൾ എത്തിക്കുക, അവർക്ക് വേണ്ട ബെനിഫിറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ട് പ്രൊജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കിട്ടുന്ന ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതാണ് കാരണം. ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഇത്രയും ഫണ്ടുകൾ ഇതാക്കുമ്പോഴത്തേക്കും ഏകദേശം SVP പ്രൊജക്റ്റിന് ഒരു ബ്ലോക്കിൽ 6.5 കോടി രൂപയാണ് പല വെർട്ടിക്കലിലായിട്ട്. ഇപ്പോൾ ട്രെയിനിങ്ങിന് ആയിട്ടാണെങ്കിലും MECമാരുടെ ട്രെയിനിങ് ആണ്, അവരുടെ സാലറി, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കായിട്ടാണെങ്കിലും ഇവർക്ക് കൊടുക്കേണ്ട ബിസിനസ് പ്ലാൻ എഴുതുന്നതിൻ്റെ, അങ്ങനെ ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട്, അങ്ങനെ പല രീതിയിൽ ഏകദേശം ഒരു 6.5 കോടി രൂപയാണ് ഒരു ബ്ലോക്കിന് വേണ്ടി ഗവൺമെൻറ് ചിലവാക്കുന്നത് ഈ പ്രൊജക്റ്റിനായിട്ട്. അപ്പോൾ അത് ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ, അത് മാക്സിമം മനസ്സിലാക്കി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ഇതിലേക്ക് ഒരു എന്റർപ്രണർ ആവാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ ഒരു ഇത് യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം അവർക്ക് കിട്ടാവുന്ന പ്രയോജനങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടിനാണെങ്കിലും കുടുംബശ്രീയിലൂടെ ചെറിയൊരു ഇത് കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ പല വേറെ ഫണ്ടുകളുണ്ട്, ജില്ലാ മിഷനിൽ നിന്ന് കൊടുക്കുന്ന പല ഫണ്ടുകളുണ്ട്. അത് അർഹതപ്പെട്ട MEകൾക്ക് നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കാറുമുണ്ട്. അതുകൂടാതെ ബാങ്ക് ലിങ്കേജ് വേണ്ടതാണെങ്കിലും നമ്മളുടെ MECമാർ കൃത്യമായിട്ട് വേണ്ട പ്രൊജക്റ്റുകൾ കാര്യങ്ങൾ എഴുതിയെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്തി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു ഇത് SVP എന്ന് പറയുന്നത് ഏറ്റുമാനൂർ ബ്ലോക്ക്, വൈക്കം ബ്ലോക്ക്, ഇപ്പം നമുക്ക് നിലവിൽ കോട്ടയം ജില്ലയിൽ വാഴൂർ ബ്ലോക്കിലേക്കും കൂടെ നമ്മൾ DPR ഇത് കൊടുത്ത് സാങ്ഷൻ ആക്കാനായിട്ട് അപ്രൂവലിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 3 ബ്ലോക്കാണ് നിലവിൽ കോട്ടയം ജില്ലയിലുള്ളത്. വൈക്കത്ത് ഓൾറെഡി പ്രൊജക്റ്റ് വൈൻഡപ്പായി. ഏറ്റുമാനൂർ ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇനിയൊരു 2 വർഷം കൂടെ ഇതിൻ്റെ പ്രൊജക്റ്റ് പീരീഡ് ഉണ്ട്. ആ ഒരു സമയത്തേക്ക് മാക്സിമം പ്രൊജക്റ്റുകൾ വരേണ്ടതാണ്. അപ്പോൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ജനങ്ങൾ, അത്രേ എനിക്ക് പറയാനുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്നവർ നമുക്ക് ഇനി അവസരങ്ങളുണ്ട്, അവസരങ്ങൾ നമ്മൾ നോക്കി കണ്ട് അതിനെ വേണ്ട വിധം നമ്മൾ അതിനെ ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് മാം. ആൻഡ് താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഈ ഒരു കുടുംബശ്രീ ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നു, ഇതിൻ്റെ പിന്നിൽ ഇത്രയും പ്രവർത്തനങ്ങളുണ്ട് എന്നുള്ളത് മാം വ്യക്തമാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവസരമുണ്ട്, നിങ്ങളിത് വിനിയോഗിക്കുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും മാം പറഞ്ഞു. ആൻഡ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് മാം കാര്യങ്ങളെല്ലാം നമ്മളോട് ചർച്ച ചെയ്തതിന് താങ്ക് യു സോ മച്ച് മാമിൻ്റെ വിലപ്പെട്ട സമയം നമ്മൾ
നമ്മളോട് പങ്കുവെച്ചതിനും താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. 89.6 FM. ഓക്കെ, യെസ്. കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാമിലൂടെ കുടുംബശ്രീയുടെ ഓരോ സംരംഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ ബൈ പറയുന്നു. ദിസ് ഈസ് RJ ജോ സൈനിങ് ഓഫ് ഫ്രം കുടുംബശ്രീ വേറെ ലെവൽ സ്പെഷ്യൽ പ്രോഗ്രാം ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.